വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിൽ ചപ്പാരപ്പടവ് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിൽ ചപ്പാരപ്പടവ് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. പഞ്ചായത്ത് കൂട്ടിയ തൊഴിൽ നികുതി പിൻവലിക്കുക, 2 തരം വേസ്റ്റ് ബിൻ നിയമം പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചും പ്ലാസ്റ്റിക് ക്യാരി ബാഗ് പരിശോധനയ്ക്കെതിരെയുള്ള നയത്തിനെതിരെയുമാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആലക്കോട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസ് ധർണ നടത്തിയത്. ചപ്പാരപ്പടവ് വ്യാപാര ഭവനിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ പാവപ്പെട്ട വ്യാപാരികളെ ധർണ യൂണിറ്റ് പ്രസിഡന്റ് CP മമ്മു മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. വ്യാപാരികള് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അന്നു മുതലേ അനുഭവിച്ചു വരുന്നുണ്ട്. ചില ആദ്യകാലത്തൊക്കെ ഇങ്ങനെ കടയിൽ കയറി തോന്നിവാസം പോലെ ഈശയിന്നും അടക്കം വൈശ്യം കടലാസുകൾ ഉപയോഗിച്ചിട്ട് അങ്ങനെയുള്ള ദ്രോഹം ഉണ്ടായിരുന്നു. അതൊരുവിധം സമയം കിട്ടി. പക്ഷേ ഇപ്പൊ അതിന് പകരം ഓരോ പ്രാവശ്യം ഇങ്ങനെ എല്ലാ സാധനങ്ങളും ഇപ്പൊ തീവലയാണ്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാ സാധനങ്ങളും തീവല. അതിന്റെ കൂടെ വ്യാപാരികൾക്ക് മാത്രമായിട്ട്, അതായത് വ്യാപാരികൾക്ക് 3-4 ഇരട്ടി തൊഴിൽ നികുതിയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അത് അയാളുടെ പേരിൽ ഒരു ഗോഡൌൺ ഉണ്ടെങ്കിൽ ആ ഗോഡൌണിന് പോലും തൊഴിൽ നികുതി കൊടുക്കണമെന്നാണ് പറയുന്നത്. സ്വന്തമായിട്ട് 2 പിന്ന് ഓരോ കടയിൽ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത്. സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ ഒരു പിന്ന് ഞങ്ങൾ ആദ്യം തന്നെ ഇവിടെ ചപ്പാരപ്പടയിൽ നിർബന്ധിച്ചിരിക്കുന്നു. പക്ഷെ എല്ലാ സ്ഥലത്തും അതില്ല. പെട്ടെന്ന് തന്നെ അങ്ങനെയുള്ള ഒരു നിബന്ധന വെച്ചാൽ അത് ഏറ്റവും വലിയ ബുദ്ധിമുട്ടായി തീരും. പൂവം യൂണിറ്റ് പ്രസിഡന്റ് PP മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. എല്ലാം പണിയപ്പെടുത്തിയും നിരവധി കടങ്ങൾ എടുത്തും ലോണുകൾ എടുത്തും വ്യാപാര സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ വ്യാപാര സമൂഹത്തെ അവഗണിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ഒട്ടേറെ നിയമങ്ങൾ ഈ അടുത്ത കാലത്തായി ഭരിക്കുന്ന ഗവൺമെന്റുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, പ്ലാസ്റ്റിക്കിന്റെ കാര്യം എടുത്താൽ പ്ലാസ്റ്റിക്കിന്റെ ഉൽപാദനവും അതിന്റെ വിതരണവും രാജ്യത്തെമ്പാടും വളരെ വിപുലമായി നടക്കുകയും എന്നാൽ അത് വിൽപ്പന നടത്തുന്ന വ്യാപാരികളെ വേട്ടയാടുകയും ചെയ്യുമ്പോൾ നമ്മുടെ പ്രദേശത്തെ ഓരോ കച്ചവടക്കാരനെയും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഒരു 10,000 രൂപയുടെ കച്ചവടം ചെയ്യുന്ന വ്യാപാരികൾ വളരെ അപൂർവമായിരിക്കും. ഒരു 10,000 രൂപയുടെ കച്ചവടം ചെയ്താൽ മാത്രമേ അവന് വാടക കൊടുക്കാനും അവന്റെ അന്നത്തെ അധ്വാനത്തിനുള്ള ഒരു മിച്ചവും ലഭിക്കുകയുള്ളൂ. എന്നാൽ 10,000-ഉം 25,000-ഉം പ്ലാസ്റ്റിക്കിന്റെ പേരിൽ പിഴ ഈടാക്കിക്കൊണ്ട് ഗവൺമെന്റ്, പഞ്ചായത്തുകൾ, അതിലെ ഉദ്യോഗസ്ഥർ വളരെ തെറ്റായ രീതിയിൽ ഈ സമൂഹത്തെ ദ്രോഹിക്കുമ്പോൾ വ്യാപാര സമൂഹത്തിന് പ്രതിഷേധിക്കാതിരിക്കാനാവില്ല. EC അബ്ദുള്ള സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ ജോൺസൺ എടാട്ടൽ, സുഗു ഏരിയം, സുരേഷ് ബാബു, KK കാപ്പാടൻ ജനാർദ്ദനൻ, O ഉസ്മാൻ, സിറിയക് തടിക്കടവ് തുടങ്ങിയവർ സംസാരിച്ചു. ധർണയ്ക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ചപ്പാരപ്പടവിലെ ചുമട്ടുകാരും പങ്കെടുത്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഉദയഗിരി പഞ്ചായത്ത് ഓഫീസിന്റെ മുന്നിലും ധർണ നടത്തി. ഏകോപന സമിതി സിന്ദാബാദ്, പഞ്ചായത്ത് ധർണ സിന്ദാബാദ്, ധർണ സമരം സിന്ദാബാദ്. ഖജനാവ് നിറക്കാൻ വ്യാപാരികളെ പിഴിയുന്ന സർക്കാർ നിയമം അവസാനിപ്പിക്കും. ഭാവം മാറും. പ്രതിഷേധിക്കുക നാട്ടാരെ. വ്യാപാരിക്കും സിന്ദാബാദ്, വ്യവസായിക്കും സിന്ദാബാദ്, ഏകോപന സമിതി സിന്ദാബാദ്, പഞ്ചായത്ത് ധർണ. വ്യാപാരികളുടെ പ്രതിഷേധം കുത്തനെ കൂട്ടിയ നികുതികളെല്ലാം
ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.